ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറി ചെമ്മീൻ കറി ആട്ടോ. നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങയും ചുവന്നുള്ളിയും നമ്മുടെ ഇഞ്ചിയും മഞ്ഞളും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഒരു പിടി ചുവന്നുള്ളി, കുഞ്ഞു ഉള്ളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതൊന്ന് ബ്രൗൺ കളറായി ചെറിയൊരു കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്ക് നമ്മൾ പച്ചമുളക്, ഒരു 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും കൂടെ നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറികൾക്കൊക്കെ ഒരു ഇച്ചിരി സ്പെഷ്യൽ കൂടുതൽ, അല്ലേ, ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് നമ്മുടെ ഈ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു 2.25 ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ്റെ കണക്കനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ മസാലപ്പൊടിയായിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് നമ്മുടെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി മഞ്ഞൾ കൂടെ ചേർത്തിട്ടുണ്ട്. അടി കരിയാതിരിക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ചട്ടിയിലാകുമ്പോൾ ഇതിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ തക്കാളിയാണ്, ഒരു 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. പിന്നെ അതിൻ്റെ കൂടെ കുടംപുളി കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 മുരിങ്ങക്കായാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. മുരിങ്ങക്കായ വേവുന്ന ടൈമാണ് നമ്മുടെ ഈ കറീൻ്റെ ടൈം കേട്ടോ. അപ്പോൾ അത് വേവായി കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഇനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അധികം ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീൻ ചേർത്തിട്ട് 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ചെമ്മീൻ വേവാൻ അത്രേ സമയമുള്ളൂ, അല്ലേ. അപ്പോൾ ചെമ്മീൻ കൂടെ വേവായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങ അരപ്പ് കൂടെ ചേർത്തിട്ട് ഇച്ചിരി കൂടെ നമുക്ക് ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് വയ്ക്കാം. അത് തേങ്ങ അരപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവരും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതേ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.